ഒരു ചെറിയ ബെഡ്റൂമാണ്, ഒരു എൽ ഷേപ്പിൽ കിടക്കുന്ന ഒരു ബെഡ്റൂമാണ്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വാർഡ്രോബ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു 4 ഡോറ് വരുന്ന വാർഡ്രോബാണ്. പിന്നെ ഡ്രസ്സിങ് ഏരിയ നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ബാത്റൂം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്തേക്കാണ് ഡ്രസ്സിങ് ഏരിയ മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാണ്. നമുക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഓപ്പണായി വെക്കാം. പിന്നീട് ഇവിടെ മിറർ, അതിന് ഇപ്പോഴത്തേക്ക് ഒരു വുഡൻ കളർ വരുന്ന ഒരു വുഡൻ തീം വരുന്ന ഒരു പാനലിങ്. പിന്നെ താഴ്ഭാഗത്ത് ജസ്റ്റ് ഡോർ മാത്രമാണ്. പല രീതിയിൽ ഇവിടെ വേണമെങ്കിൽ ഗ്ലാസ് ഡോർ കൊടുക്കാം. ഇവിടെ ഓപ്പണിങ് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് PVC-യുടെ ലോവർ പാനലാണ്. PVC WPC ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് PVC നമ്മൾ കൊടുത്തതാണ്. ഇവിടെ മിററാണ്. പിന്നെ അലമാരിയിലേക്ക് വരികയാണെങ്കിൽ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇലക്ട്രോപ്ലേറ്റഡ് അലൂമിനിയത്തിലാണ്. നമ്മൾ കൂടുതലും വർക്ക് ഇലക്ട്രോപ്ലേറ്റഡ് അലൂമിനിയമാണ് ചെയ്യുന്നത്. പൗഡർ കോട്ടഡ് വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. ഇലക്ട്രോപ്ലേറ്റഡ് അലൂമിനിയത്തിൽ PVC-യുടെ ലാമിനേഷൻ ഷീറ്റിൽ തന്നെ ഒരു മെറ്റാലിക് ഫിനിഷ് വരുന്ന ഷീറ്റാണിത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വീഡിയോയിൽ ഏത് രീതിയിലാണ് കളർ കിട്ടുന്നതെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇതൊരു മെറ്റാലിക് ഫിനിഷാണ് ഈ ഷീറ്റിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ കുറച്ചുകൂടി നല്ലൊരു അട്രാക്റ്റീവാണ് സാധാരണ കളറുകളെ അപേക്ഷിച്ച്. ഇതിൻ്റെ തന്നെ പല കളറിൽ മെറ്റാലിക് ഫിനിഷ് വരുന്നുണ്ട്. ഈ ഒരു കളറിൽ നമുക്ക് ഒരു മെറ്റാലിക് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ ഇത് പിന്നീട് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഇത് എല്ലാം ഡബിൾ സൈഡ് ഷീറ്റാണ്. ഇതിപ്പം അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർഡ്രോബാണ്. അപ്പോൾ തുറന്നു അകത്ത് ഭാഗങ്ങൾ എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല. എങ്കിലും ഇത് നമ്മൾ പറഞ്ഞ പോലെ ഡബിൾ സൈഡ് ഷീറ്റാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന് ഡബിൾ സൈഡ്, അതേപോലെ ഇതിനകത്ത് വരുന്ന റാക്ക് കാര്യങ്ങൾക്കെല്ലാം ഡബിൾ സൈഡ് ഷീറ്റാണ്. ടോപ്പും ബോട്ടവും ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പല രീതിയിൽ ചെയ്യാം. ഇത് അലൂമിനിയത്തിനും മാറ്റം വരുത്തിയിട്ട് മൾട്ടിവുഡിൽ റാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. കുറച്ചുകൂടി ഫിനിഷിങ് വരും. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ രീതിയാണ്. ഓരോ ക്ലയൻറ്റും ഓരോ രീതിയിൽ വേണമെന്ന് പറയും. പിന്നീട് ഇതേപോലെ ഡബിൾ സൈഡ് ഷീറ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് എല്ലാം നമ്മൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അലമാര എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ വാർഡ്രോബിൻ്റെ ബാക്ക് സൈഡ്, അതായത് ഭിത്തിയിലേക്ക് ചേർന്ന് വരുന്ന ഭാഗത്ത്, ഈ ബാക്ക് ഭാഗത്ത് നമ്മൾ PVC കണ്ടന്റ് വരുന്ന ഷീറ്റ് ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. കാരണം അതിപ്പം പ്രത്യേകിച്ച് ബാത്റൂമിൻ്റെ ഭിത്തിയൊക്കെ വരുന്ന ഭാഗത്ത് വാർഡ്രോബ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് തുണി കാര്യങ്ങളൊക്കെ നനവ് വരാനും പൂപ്പൽ വരാനും സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ പല കമൻറ്റുകളും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഏത് മെറ്റീരിയലിൽ വാർഡ്രോബ് ചെയ്താലും, അത് പ്ലൈ ആണെങ്കിലും WPC ആണെങ്കിലും അലൂമിനിയം ആണെങ്കിലും, നമ്മൾ ബാക്ക് സൈഡ് വാർഡ്രോബിൻ്റെ ബാക്ക് സൈഡ് ഭിത്തിയിലേക്ക് ചേരുന്ന ഭാഗത്ത് PVC കണ്ടന്റ് വരുന്ന ഏത് ഷീറ്റാണെങ്കിലും, അത് PVC ഷീറ്റ് ആണെങ്കിലും മൾട്ടിവുഡിൻ്റെ ഷീറ്റ് ആണെങ്കിലും ഒക്കെ PVC കണ്ടന്റ് വരുന്ന ഷീറ്റ് ബാക്ക് സൈഡിൽ മറിച്ചിട്ട് ഫുള്ള് ബോക്സ് ആക്കി തന്നെ വാർഡ്രോബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ റേറ്റിൻ്റെ വിഷയം കാരണമാണ് പലപ്പോഴും അതൊക്കെ ഒഴിവാക്കുന്നത്. കാരണം ഒരു വർക്കർമാർ വന്നിട്ട് റേറ്റ് കൊടുക്കുമ്പോൾ ഒരു സാധാരണ ഒരു വർക്ക് കൊടുക്കുമ്പം തന്നെ ചിലപ്പം ആ ഏരിയയുള്ള 4, 5, 6 ടീമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്തിട്ടായിരിക്കും പലരും വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും പലരുടെയും നിലനിൽപ്പിന് വേണ്ടി ചിലർ എന്ത് ചെയ്യും, റേറ്റ് കുറച്ച് എടുക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കും ബാക്ക് സൈഡ് ഷീറ്റ്. അത് ചിലപ്പോൾ എല്ലാ ക്ലയൻറ്റിനും അത് മനസ്സിലാവണമില്ല, അല്ലെങ്കിൽ എല്ലാ ക്ലയൻറ്റും അത് ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷേ ഏത് ക്ലയൻ്റ് ആണെങ്കിലും വാർഡ്രോബ് പണിയുമ്പോൾ പ്രത്യേകിച്ച് അത് കിച്ചൺ ആണെങ്കിൽ തന്നെയും എപ്പോഴും ബാക്ക് സൈഡിൽ ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതായത് ഭിത്തിയിൽ നിന്നുള്ള ഈർപ്പം അകത്തേക്ക് വരാൻ ഉള്ള സാധ്യത എന്തായാലും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയെ അപേക്ഷിച്ച്, അല്ല ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ രീതികളൊക്കെ അപേക്ഷിച്ച് ഈർപ്പം കാര്യങ്ങളൊക്കെ കയറാറുണ്ട്. പലയിടത്തും പെയിൻ്റൊക്കെ ഇളകി പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തുണിയിലേക്ക് വരാതിരിക്കണമെങ്കിൽ ബാക്ക് സൈഡിൽ PVC ഷീറ്റ് നിർബന്ധമായി ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് നമുക്ക് പരമാവധി ഒഴിവാക്കാം. പിന്നെ അലൂമിനിയം ആയതുകൊണ്ട് തന്നെ നമുക്കിത് എന്ന് വേണ്ട ഉപേക്ഷിക്കാൻ എന്ന് തോന്നുന്നു അന്ന് വരെ നമുക്ക് ഇതേ രീതിയിൽ ഇവിടെ കിടക്കും. പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒരു കബോർഡിലും വരുത്തില്ല എന്നൊന്നും ഞാനും പറയില്ല. കാരണം ഹിഞ്ചസ് കാര്യങ്ങൾക്കൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങൾ വരാം. അത് ഏത് മെറ്റീരിയൽ ഇട്ട് ചെയ്താലും മെയിൻ്റനൻസ് കാര്യങ്ങൾ വരും. പക്ഷേ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ നമുക്ക് PVC ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും വരില്ല. ഇപ്പോൾ നാളെ ഈ ഒരു കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഫ്രെയിം ഇവിടെ നിർത്തിക്കൊണ്ട്, ഡോറിൻ്റെ ഫ്രെയിം കാര്യങ്ങൾ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഷീറ്റ് ചേഞ്ച് ചെയ്താൽ മതി. ഷീറ്റ് ചേഞ്ച് ചെയ്ത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഹിഞ്ചസ് കാര്യങ്ങൾക്കൊക്കെ ചെറിയ കുത്തൽ കാര്യങ്ങളൊക്കെ വന്നു കഴിയുന്ന പ്രോപ്പറായിട്ട് അത് മെയിൻ്റെനൻസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും. അലൂമിനിയം ആയതുകൊണ്ട് തന്നെ ചെതലിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എന്നിത് വേണ്ട എന്ന് തോന്നുന്നു അന്ന് നമുക്ക് ഇത് ഉപേക്ഷിക്കുമ്പം ഈ PVC ഷീറ്റ് PVCയുടെ വിലയും കിട്ടും. അലൂമിനിയം ആകുമ്പോൾ അന്നത്തെ സ്ക്രാപ്പിൻ്റെ വിലയും കിട്ടും. അലൂമിനിയത്തിന് എന്തായാലും സ്ക്രാപ്പിന് നല്ല വില വരുന്നുണ്ട്. അപ്പം അതേ രീതിയിലാണ് നമുക്ക് ഈ മെറ്റീരിയലിനെ പറ്റി പറയാനുള്ളത്. ഇതിനകത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഷർട്ട് ഹാങ്ങിങ്ങിനുള്ളൊരു
ഏരിയ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡ്രോയർ എന്തായാലും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് തുറന്ന് കാണിക്കാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് വാർഡ്രോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. പല രീതിയിൽ വാർഡ്രോബ് ചെയ്തെടുക്കാം. ഏറ്റവും ലോ കോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് പലരും ഈ ബാക്ക് സൈഡിലെ ഷീറ്റ് മാറ്റുന്നതൊക്കെ. കാരണം ഒരു അലമാര ചെയ്യുമ്പോൾ ഇപ്പം ഒരു 6 അടി അലമാര 7 അടി ഹൈറ്റിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 2 ഷീറ്റ് എടുക്കേണ്ടി വരും ബാക്ക് സൈഡിലേക്ക്. ഇപ്പോൾ 4 അടി വിടുത്ത് വരുന്നതാണെങ്കിൽ അല്ലെങ്കിൽ 1.5 ഷീറ്റ് എന്തായാലും വേണ്ടി വരും. പക്ഷേ 2 ഷീറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം തന്നെ ഒരു PVC ഷീറ്റ് ഏറ്റവും കുറഞ്ഞ ഷീറ്റാണെങ്കിൽ പോലും ഏകദേശം 3000-3500 രൂപ വ്യത്യാസം വരും ഒരു വാർഡ്രോബിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ആ ഒരു റേറ്റ് മാത്രം നോക്കിയിട്ട് വർക്ക് കൊടുക്കാതെ വർക്ക് ചെയ്യുന്ന രീതിയും അതിൻ്റെ ക്വാളിറ്റിയും ഏതൊക്കെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും എടുത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സൈറ്റുകൾ കണ്ടിട്ട് ഒരു ടീമിന് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും പിന്നീട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലുള്ള അലുമിനിയത്തിൽ തന്നെ കുറച്ച് വ്യത്യസ്തത കൊണ്ടുവന്നിട്ടും കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള വർക്കുകളാണ് മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറ്. അല്ലാത്ത വർക്കുകൾ ചെയ്യില്ല എന്നല്ല, പക്ഷെ നമ്മളെപ്പോഴും ഒരു വർക്കിൽ അപ്ഡേഷൻ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലാണ്. അപ്പം നമുക്ക് പലരും ചോദിക്കാറുണ്ട്, കൂടുതലും എറണാകുളത്ത് നിന്ന് വടക്കോട്ടാണ് നമുക്ക് വർക്ക് എൻക്വയറി കാര്യങ്ങൾ വരുന്നത്. അപ്പം നമുക്ക് പലപ്പോഴും അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എറണാകുളം ടു ട്രിവാൻഡ്രമാണ് വർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മാക്സിമം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. വർക്ക് എൻക്വയറിയിൽ നിന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം കോള് ചില സമയത്ത് അറ്റൻഡ് ചെയ്യാൻ വരില്ല. കാരണം വർക്കിൻ്റെ തന്നെ നമ്മുടെ ഇത് കണ്ടിട്ട് ഒരുപാട് വിളിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഓൺലൈനായി ഷൂറാക്ക് അയൺ ടേബിൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരണം ഡെയിലി ഒരുപാട് കോളുകൾ ചിലപ്പം വരും. അപ്പോൾ വർക്കിനിടയ്ക്കാണെങ്കിൽ നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാട്സാപ്പിലേക്ക് നമുക്ക് മെസ്സേജ് ഇട്ട് ഇപ്പോൾ വർക്ക് എൻക്വയറി ആണെങ്കിൽ വർക്ക് എൻക്വയറി എന്ന് പറഞ്ഞിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മൾ റിപ്ലൈ തരാൻ ശ്രമിക്കും. അയച്ച സമയത്തല്ലെങ്കിലും രാത്രിയോ അല്ലെങ്കിൽ പിറ്റേന്നോ മുന്നേ നമ്മൾ അടുത്ത സമയങ്ങളിൽ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. പ്രീ ബുക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ വർക്കുകൾ നമ്മൾ അങ്ങനെയുള്ള വർക്കുകൾ ദൂരേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്ത് ക്ലയൻറ്റിനും നമുക്കൊരു ബുദ്ധിമുട്ടാകരുത്. ഇപ്പം ചിലയിടത്തൊക്കെ വലിയൊരു വർക്കാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ടൈം വേണ്ടി വരും. ആ സമയത്ത് നമ്മൾ വേറൊരു വർക്കും കൂടി എടുത്തിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരാതിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് ക്ലയൻറ്റിനും ബുദ്ധിമുട്ട്, നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഒരു ടീമിനും അല്ലെന്നുണ്ടെങ്കിൽ ഈ ക്ലയൻറ്റിനും ഒക്കെ ബുദ്ധിമുട്ടാകാത്ത രീതിയിലാണെങ്കിൽ നമ്മളൊരു വർക്ക് ഫിനിഷ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് പോകണമെന്ന്. ചില വലിയൊരു വർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പം 20 ദിവസം 30 ദിവസത്തിലേക്കൊക്കെ പോകും. അത് ഓരോ സൈറ്റിനനുസരിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നേരത്തെ, അതായത് വീടിൻ്റെ പണി നടക്കുന്ന സമയത്തിന് എല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്ങും കഴിഞ്ഞിട്ട് ഒരു ഇൻറ്റീരിയർ ടീമിനെ അടുത്ത് ചെല്ലാതിരിക്കുക. കാരണം അപ്പം പല പ്രശ്നങ്ങളും ഉണ്ടാകും. എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെ തേപ്പ് കഴിഞ്ഞ് പെയിൻറ്റിങ്ങിനൊക്കെ മുമ്പ് ഒരു ഇൻറ്റീരിയർ ടീമിനെ കണ്ട് എല്ലാം ഓക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി കിട്ടും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, എപ്പോഴും ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്, നമ്മൾ ഒരു ഇൻറ്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ വർക്ക് നടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഇൻറ്റീരിയർ ടീമിനെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ലൈറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റ് കാര്യങ്ങളൊക്കെ, പ്ലഗ് പോയിന്റ് കാര്യങ്ങളൊക്കെ ഏത് ഭാഗത്ത് വരണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ഭാഗത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ഇൻറ്റീരിയർ ടീമിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇത് ഒന്ന് ലൈറ്റ് മാറണമെങ്കിൽ ചിലപ്പോൾ ഒരു വാർഡ്രോബ് വരുന്നിടത്തായിരിക്കും സ്വിച്ച് വരുന്നത്, അത് ചിലപ്പം പിന്നീട് ഇരിച്ചു പൊളിക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ ആദ്യമേ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. നമുക്ക് ആ സ്പേസ് ഒക്കെ നല്ലപോലെ യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു വാർഡ്രോബ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാവും. ജസ്റ്റ് ചിലപ്പോൾ ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഒരു പ്ലഗ് പോയിന്റ് ഒക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു മിറർ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പല സൈറ്റുകളിലും കാണാറുണ്ട്. അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ആദ്യമേ നമ്മളൊരു ചെറിയ ഇൻറ്റീരിയർ ആണെങ്കിൽ പോലും ഒന്ന് കൺസൾട്ട് ചെയ്താൽ പ്ലഗ് പോയിന്റ് എവിടെ വരണം, സ്വിച്ച് എവിടെ വരണം, ലൈറ്റ് ഏതൊക്കെ രീതിയിൽ എങ്ങനെ വരണം. ചില സമയത്തൊക്കെ സീലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഈ ഫാനിൻ്റെ ലീഫ് കറങ്ങുന്നതിന് മുകളിലൊക്കെ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് വന്ന് കയറും. അങ്ങനെ വരുമ്പോൾ ഈ ലൈറ്റ് താഴേക്ക് വരുന്നത് ഫാൻ ഇടുമ്പോൾ കട്ടായി പോകും, ലൈറ്റിൻ്റെ ആ ഒരു പ്രകാശമൊക്കെ. അത് ആദ്യമേ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ആ കാര്യങ്ങളൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.